മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച ഇന്ന് നടക്കും. മന്ത്രിയുടെ ചേംബറിൽ വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം കടുപ്പിക്കാൻ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGM-CTA തീരുമാനിച്ചിരുന്നു. ഈ മാസം 13-ന് സമ്പൂർണ്ണ പണിമുടക്ക് നടത്തുമെന്നും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. വീണയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. വീണ, ഇന്നിപ്പോൾ ചർച്ച നടത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ സമ്പൂർണ്ണ പണിമുടക്ക് എന്ന നിലയിലേക്ക് ഇവർ പോകും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഈ ചർച്ചയിൽ എന്തൊക്കെ വിഷയങ്ങളാകും പ്രധാനമാകും ഉന്നയിക്കപ്പെടുക? ഗൗതം, പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ശമ്പള ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ഒപ്പം തന്നെ രോഗിയുടെ അനുപാതികമായിട്ടുള്ള ഡോക്ടർമാരുടെ നിയമനം, പിന്നെ അധിക സമയം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പുതിയതായി സംസ്ഥാനത്ത് അനുവദിച്ച മെഡിക്കൽ കോളേജുകളുണ്ട്. ആ മെഡിക്കൽ കോളേജുകളിലേക്ക് ഡ്യൂട്ടിക്കായി അയക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. ഒപ്പം തന്നെ ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശമ്പള നിർണയങ്ങളുമായിട്ടുള്ള പല വിഷയങ്ങളും നിലനിൽക്കുമ്പോൾ പലതവണ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യ വകുപ്പിനെയും സമീപിക്കും. ആ വിഷയങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ തുടർന്ന് നിലനിൽക്കുമ്പോൾ പോലും അത് പരിഗണിക്കാത്ത സാഹചര്യത്തിലുമാണ് ശക്തമായ നിലപാടിലേക്ക് KGM-CTA കടന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, OP അടക്കം ബഹിഷ്കരിക്കുന്ന പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടന്നിരുന്നു. കഴിഞ്ഞ മാസം 28-നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന്, അധ്യാപക ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന്, സംഘടനയുടെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു. ഈ മാസം 5-ാം തീയതിയും ഇതുപോലെയുള്ള സമ്പൂർണ്ണ ബഹിഷ്കരണ പരിപാടികളിലേക്ക് നടന്നു. ഇത് രോഗികളെ അടക്കം, അതായത് അടിയന്തര ചികിത്സയെ ബാധിക്കാത്ത രീതിയിലാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം ഉണ്ടായത്. എന്നാൽ ഡോക്ടർമാർ കൂട്ടത്തോടെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവരെ അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ആരോഗ്യ മേഖല, അതായത് ആശുപത്രികളെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവ് വൈകിയാണ് ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമൊക്കെ ഉണ്ടായത്. അതിൽ പ്രതിഷേധങ്ങൾ കടുത്ത സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. നവംബർ 13-ന് സമ്പൂർണ്ണ പണിമുടക്ക് എന്ന പ്രഖ്യാപനം ഇവർ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് വീണ ജോർജ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കും. MS വീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള.